അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഈ 3 ആടിനെ നമ്മൾ നിർത്തി ചുടാൻ വേണ്ടി പോവാണ്. കമ്പിയിൽ കോർത്ത് നിർത്തി ചുടാനുള്ള പരിപാടിയാണ്. എന്താ ശേ? അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായി വൃത്തിയെ കഴുകിയെടുത്ത് ഇതിലേക്ക് നല്ല അടിപൊളിയായി ചുട്ടെടുക്കാം. നമുക്ക് ചന്തമില്ലേ? ഇങ്ങനെ നമുക്കിത് സെൻറ്ററിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വിരിക്കണം. ഇവിടെ നമുക്ക് പൊളിച്ചെടുക്കാം. ഇത് ശരിക്കും നടുവായിട്ട് പൊളിഞ്ഞു വരാം. അതല്ല സംഭവം. കഴുകിയെടുക്കാം. സംഭവം കഴിഞ്ഞു. നമുക്കിതിനെ കമ്പി കോർക്കാം അല്ലേ? നമുക്ക് നല്ലപോലെ ഒന്ന് കെട്ടണതിന് വീണ്ടും പോകരുത് സംഭവം. കമ്പിയും കൂടി കുത്തി കൊടുക്കാം. അടുത്തും അതേപോലെ തന്നെ നമുക്ക് കെട്ടിയെടുക്കാം അല്ലേ? നമുക്ക് കത്തിച്ചു വിടാം. അടുപ്പ് കുറച്ച് കർപ്പൂരമാണത്. അത് തീ പിടിപ്പിക്കണം. നമ്മുടെ തീ നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. നമുക്ക് നമ്മുടെ പൈപ്പിന് ഇവിടെ ഒരു പൈപ്പ് വെച്ചിട്ട് ഇതിനകത്ത് ഇടുകയാണ്. പൈപ്പിനകത്തിട്ടിട്ട് പതുക്കെ. ഓ ഭയങ്കര ചൂടായിപ്പോയില്ലേ ചാൻ? ഭയങ്കര ചൂടാട്ടോ. കുറച്ച് നാരങ്ങ കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ആടവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര ചൂടാണ്. നമ്മൾ നാരങ്ങ പിഴിഞ്ഞ നാരങ്ങ ഒരല്പത്തിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നല്ല ഇറച്ചി നല്ല സോഫ്റ്റ് ആട്ടാ. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ്. നമ്മൾ നേരത്തെ ഒരു മസാല നമ്മൾ ഇട്ടിട്ടില്ല അതിനകത്ത്. നമ്മളത് വേകുന്ന സമയത്ത് ഇട്ട് കൊടുക്കാനുള്ള പരിപാടിയാണ്.
കുരുമുളക് കൂടിയാണ്. ഉപ്പും കുരുമുളകും മാത്രമേ നമ്മളതിനകത്ത് ആഡ് ചെയ്യണം. ഓ ഭയങ്കര ചൂട്. പറ്റില്ല. ചൂട് ശരിക്കും കിട്ടാനായപ്പോൾ കുറച്ച് താത്തി വെച്ചാൽ കട്ടി ചെയ്തേ. സംഭവം ഭയങ്കര ചൂടായിരുന്നു പൈപ്പൊക്കെ. പറയണേ പാട്ടെ. നമ്മുടെ ഓരോരോ ആയി തുടങ്ങിയിട്ട് നമുക്ക് ഓരോന്ന് എടുക്കല്ലേ. നല്ല സുന്ദരനായിട്ടുണ്ട് പാടല്ലേ. അയ്യോ ടൈറ്റ് ആയതൊക്കെ അത്രേ ഉള്ളൂ. അടുത്തതും കൂടി എടുക്കും. അപ്പോൾ നമ്മൾ ആട് തന്തൂരിൻ്റെയൊക്കെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ്. സംഗതി വേവൊന്നും പറയാനില്ല തണ്ടാ. ആ അടിപൊളി അടിപൊളി എന്താ വെന്തില്ല പറയാം. ഒന്ന് സുധാരാ നന്നായി വന്നിട്ടുണ്ട്. എന്നാ രതീഷേ നീ എന്തെങ്കിലും കാണിക്കുന്ന കഴിച്ചോളേ എന്താ ചൂടാണ് കേട്ടോ, ഭയങ്കര ചൂട്. അയ്യോ സംഭവേ ഭയങ്കര ചൂട് കേട്ടാ. ചിലവിടെ നല്ല ക്രിസ്പി ഇല്ലേ, അത് തീ നല്ലോണം കൊണ്ടവിടെ നല്ലോണം ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പി ഉള്ള പോകണ്ട. സംഭവം നാച്ചുറൽ ആയിട്ടുള്ള ഫീല്. അതെ, ഇതിനൊന്നും ചേർത്തില്ല, വെറും കുരുമുളകും ഉപ്പും നാരങ്ങ നീരും. ബാക്കി മീറ്റിൻ്റെ കൊഴുപ്പിൽ വന്ന സാധനമാണ്. ഞാൻ സ്ഥലത്താ കുറച്ചോണം ഒഴിച്ചോ. ഇത് അടിപൊളിയല്ലേ, സംഭവം സൂപ്പർട്ടാ. ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇറച്ചി. ഇതാ ആ മുകളിൽ തീ നല്ലോണം കൊണ്ടവിടെ, പക്ഷെ നല്ല ടേസ്റ്റ് ഇട്ടാ സാധനം അല്ലേ. ആ സാധനം ആ ക്രിസ്പി ആയിട്ടുള്ളത്. ഒക്കെ ശരിക്കും ആസ്വദിക്കണം. പക്ഷേ വേറൊരു കാര്യം, നല്ല ശ്രമ വേണം.
അല്ലാണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. വളരെ ക്ഷമയോടെ 2-3 മണിക്കൂർ ക്ഷമയോടെ ഇരുന്നാലേ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇതുണ്ടാ ഉള്ളിലെ മീറ്റ് നോക്കുക, ആ ആടിൻ്റെ ഒറിജിനൽ കൊഴുപ്പും സാധനങ്ങൾ കൂട്ടി ഒന്നും പറയാൻ ചേട്ടാ. ഇതെങ്ങനെയുണ്ട് ശരിക്കും? പൊളിയില്ലേ? അത് ഇറച്ചിൻ്റെ കളർ നോക്കൂ അല്ലേ? നോക്ക് ഇറച്ചിൻ്റെ കളറ് വെന്തിട്ടേ ചുവന്നു പോയി. നന്നായി മക്കളെ എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളി അല്ലേ? അയ്യോ അപ്പോൾ നമ്മൾ ഒന്നും തൊട്ടിട്ടില്ല. കാരണം എന്താ പറയുക, നമ്മുടെ കുറേ സുഹൃത്തുക്കൾ ഇനി വരാനുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ വെച്ചിരിക്കുകയാണ്. ഇത് തന്നെ നമുക്ക് കൂടുതലാണ് അല്ലേ? സംഭവം തന്നെ അടിപൊളിട്ടാ. ഓരോരോ ഭാഗത്ത് ഓരോരോ ടേസ്റ്റ് ശരിക്കും അല്ലേ സുധാരാ? നന്നായി വന്നവളെ നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ല ചില ഭാഗത്ത് മീറ്റ് ശരിക്കും നമ്മൾ വേറെ ഒന്നും ചേർക്കാത്തതുകൊണ്ട് ആ ഇറച്ചിൻ്റെ തനതായ രുചിയിലെ അതാണ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. വേറെ കറവങ്ങളും മസാലകളും നമ്മൾ ചേർക്കാത്തതുകൊണ്ട് നാച്ചുറലായിട്ടുള്ള ഇറച്ചിൻ്റെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് കേട്ടാ. അപ്പോൾ ഓക്കെ, ഇതിന് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. മോനെ പൊളി.